ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ മീൻ കറി റെഡിയാക്കി എടുക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിവിടെ ഈ ഒരു മീൻ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ മത്തിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മത്തി എന്നൊക്കെ പറയും. ഇപ്പോൾ നല്ല സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മത്തിയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞമ്മത്തി വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിടെ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ ഞാനിവിടെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്കൊരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. നമ്മുടെ കുരുമുളകൊക്കെ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇതുപോലെ കുരുമുളക് ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇനി നമ്മളിതുപോലെ കുരുമുളക് വറ്റിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം നമുക്കൊന്ന് ഊറ്റി കുറച്ചൊന്ന് മാറ്റി വെക്കാം. ലാസ്റ്റ് നമ്മൾ മീൻകറി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ആ ഒരു കുരുമുളകും വെള്ളവും കൂടെ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ചെറിയൊരു തരികളുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരൊറ്റ തക്കാളിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മുടെ സവാളയും അതുപോലെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ അയല കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള അയല അതേപോലെ തന്നെ മത്തി അങ്ങനത്തെ ചെറുമീനുകളാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ കറി വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 പച്ചമുളകും നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള കുരുമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മല്ലിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൽ പോയി കിട്ടുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഇതേ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കുടംപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കുരുമുളക് അരച്ചെടുത്തിട്ടുള്ള മിക്സി ജാറിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് അതിനതിലേക്ക് തന്നെ ഒന്ന് തിരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ലൂസായിട്ടുള്ള രീതിയിലല്ല ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞൊരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമ്മളിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളകും പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർക്ക് നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ടെടുക്കാം. അതേപോലെ തന്നെ കുരുമുളകിൻ്റെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീനെല്ലാം തന്നെ കറിയിലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോഴാണ് നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ചൂടാറി വരുന്ന സമയത്ത് ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ കറിയുള്ളത്. അപ്പോൾ നല്ല നാടൻ കുരുമുളകും കുടംപുളിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു മീൻ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.